എനിക്ക് ഏതായാലും കുറച്ച് രുചി നോക്കാൻ തന്നിട്ടുണ്ട്. പക്ഷെ ഇനി കാണുമ്പോ തന്നെ എനിക്ക് കൊതി വരുന്നുണ്ട്. ഇത് ഡ്രൈ ഫ്രൂട്ടൊക്കെ ഇട്ടതാ അല്ലേ? ക്യാപ്ഷൻ കറക്റ്റ് ആണ്. കട്ട് നിന്ന് പോകും. 2 നമ്പർ തരുന്നുണ്ട്. ആ 2 നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് തന്നെ കൊറിയർ ചാർജൊക്കെ ഫ്രീ ആണ്. പോസ്റ്റായിട്ടായിരിക്കും ചിലപ്പോൾ അയക്കുക. നിങ്ങൾ വീട്ടിലേക്ക് എത്തും. പിന്നെ ഒരു വാഗ്ദാനം കൂടി ഒക്കെ തരുന്നുണ്ട്. ഇത് വാങ്ങി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞത് ഞാൻ ക്യാഷ് തിരിച്ചയക്കും. നിങ്ങൾ വിചാരിച്ച പോലെ ഗുണം കിട്ടിയിട്ടില്ലെങ്കിൽ, സ്വാദ് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചയച്ചോ, അതിനുള്ള പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്ന പറയുന്നത്. ഇത്രയും ആരും ഇങ്ങനെ ധൈര്യത്തിൽ പറയുന്നത് കേട്ടിട്ടില്ല. ആരും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടുമില്ല. നല്ല മഴക്കാലമാണ്. മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ മലയാളികളുടെ ശീലമാണ് കർക്കിടക വേവ് മരുന്ന് കഴിക്കുക എന്ന്. പഴയ കാലത്തൊക്കെ തറവാടുകളിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കി ഗർഭിണികൾക്കൊക്കെ കൊടുക്കുന്ന ശരീരത്തിനൊരു ബലവും പുഷ്ടിയൊക്കെ നൽകുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അത് വിപണിയിൽ എത്തിക്കുകയും ആളുകൾ അത് 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. കോവിഡ് കാലം മുതൽ ഇങ്ങോട്ടേക്ക് കർക്കിടക വേവ് മരുന്നുകൾ ഉണ്ടാക്കി വിപണിയിൽ എത്തിച്ച ഒരു സംരംഭകനെയാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് തളിപ്പറമ്പ് വരെ പോകേണ്ടതുണ്ട്. പോയി കണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. നമസ്കാരം. വിജയപഥത്തിലേറിയ ഒരു സംരംഭകനെ കാണാനായിട്ട് തളിപ്പറമ്പ് ചൊർക്കളയിൽ എത്തിയിട്ടുണ്ട് മഹമ്മൂദ് ഇക്ക. നമസ്കാരം മഹമ്മൂദ് ഇക്ക. അപ്പോ നമ്മള് കോവിഡ് കാലം മുതൽ ഇങ്ങോട്ടേക്കാണ് ഈ ഒരു ബ്രാൻഡിന്റെ തുടക്കം. അശ്വമന്ത്ര എന്നാണ് ബ്രാൻഡിന് പേര് നൽകിയിരിക്കുന്നത്. വേവ് മരുന്നാണ്. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ആളുകള് തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ഇത് കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്ന ഒരു സമയം, ഒരു ജോലിയോ ഒന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്ന സമയം. എന്തെങ്കിലും പലതും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എനിക്കറിയാവുന്ന ഒരു കാര്യം ഇങ്ങനെ ഈ മരുന്നുണ്ടാക്കുക എന്നുള്ളതാണ്. അതുണ്ടാക്കി കുറച്ച് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തു. അത് പിന്നെ കുറച്ച് പുറത്തു പോയി. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആ വർഷം തന്നെ നന്നായിട്ട് പോയി. പിറ്റത്തെ വർഷമാകുമ്പം എന്ത് ആക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇതിന്ന് തുറന്നു പോയാലോ എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ തുറന്നു പോയതാണ്. അങ്ങനെ ഓരോ വർഷം കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഒരു പ്ലാന്റ് ഉണ്ട്. നമ്മൾ കൈകൊണ്ട് തൊട്ടുപോലും പണിയെടുക്കേണ്ട, പാക്കിംഗ് വരെ മെഷീൻ ചെയ്യുന്ന രീതിയിലേക്ക്. എത്ര മണിക്കൂർ ഇത് വേവിക്കണം? ശരിക്കും വേവ് മരുന്നാണല്ലോ പറയുന്നത്. എത്ര വേവുന്നു അത്രയും അതിന്റെ ആമോദകത്തിന്റെ കയ്പും ഇതൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ഞാനിപ്പം ഏതാണ്ട് 10 മണിക്കൂറിനടുത്ത് ഇപ്പൊ വേവിക്കുന്നുണ്ട്. അതെ. അശ്വമന്ത്രയെ 2 കൈ നീട്ടിയാണ് ആൾക്കാർ. തീർച്ചയായിട്ടും 2 കൈയല്ല 4 കൈ തൊട്ടിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വർഷം വാങ്ങിയവർ പിറ്റത്തെ പ്രാവശ്യം ചോദിച്ചു. എവിടെയൊക്കെയാണ് ശരിക്കും ഇതിന്റെ ഒരു വിപണി കണ്ടെത്തുന്നത്? ഇതിപ്പോ കേരളത്തില് മൊത്തം പോകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മലബാറിലാണ് പോകുന്നത്. പിന്നെ കുറെ ആയുർവേദശാലയിലേക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നമുക്ക് അശ്വമന്ത്രയുടെ ആ വേവ് മരുന്നുകളൊക്കെ ഒന്ന് കാണാം. അപ്പൊ അത് കണ്ടുവരാം. നമ്മളിപ്പോ അകത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ വേവ് മരുന്ന് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. മഹമ്മൂദ് ഇക്കയ്ക്ക് എല്ലാ പിന്തുണയും നൽകി ഈ ഒരു സംരംഭകരായി ഇങ്ങനെ വിജയിച്ച് നിൽക്കാനുള്ള എല്ലാ സഹായവും നൽകുന്നത് അമീറത്തെയാണ്. എന്റെ കൂടെ ഇവൾ തന്നെയാണ്. എന്റെ കൂടെ പൂർണ്ണമായിട്ട് ഇവളെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും മുന്നോട്ട് വരാൻ പറ്റുന്നത്. ഇനി കട്ട് തിന്നണ്ട, വാങ്ങി തിന്നാന്നല്ലേ? ഇതെങ്ങനെ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ കിട്ടിയത്? ഇത് ഏറെക്കുറെ എല്ലാവരും വീട്ടിൽ നിന്ന് കട്ടുനിന്ന സാധനമാണ്. ഞാനിപ്പോ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ ചെറിയ സംരംഭകരായിട്ട് സംസാരിക്കുമ്പോൾ അവർ തന്നെ ആ കട്ടുന്ന മരുന്നല്ലേന്ന്. അത് ശരിയാണ്. നമ്മുടെ വീട്ടിലൊക്കെ മുമ്പ് ഗർഭിണികളായിരിക്കുന്ന സമയത്താണ് ഇത് വാങ്ങുന്നത് വീട്ടില്, അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കുന്നത്. ആ സമയത്ത് പിള്ളേരൊക്കെ പോയി കഴിച്ചാൽ പറയും, അയ്യോ നടുവിനൊക്കെ ഉറപ്പമൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ കട്ട തിന്നിട്ടാണ് നമുക്കിത് ശീലം. പക്ഷെ അങ്ങനെയുണ്ടോ ശരിക്കും? പിള്ളേര് തിന്നാൻ പാടില്ലെന്നുണ്ടോ? ഇല്ല ആർക്കും കഴിക്കാം. അത് പിന്നെ വേണ്ടി മാത്രം പറയുന്നത്. ഇതിന്റെ സ്വാദ് ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് കട്ട് തിന്നേണ്ടി വരും. ഇതിപ്പോ ഏതൊക്കെയാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് തയ്യാറായിട്ടുള്ളത്? ഇത് ആ പരമ്പരാഗത രീതിയിലുള്ള ടേസ്റ്റ് ആണ്. അതിന്റെ കൂടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് അങ്ങനെയും വരുന്നുണ്ട് അല്ലേ? ഡ്രൈ ഫ്രൂട്ട്സ് ചെയ്തിട്ട് അത് പുതിയ തലമുറക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇതാണ്. അപ്പൊ ഒരു വിധത്തിലുള്ള എല്ലാ നമ്മുടെ പോഷകങ്ങളും ഇതിന്ന് കിട്ടും. മരുന്നിലേക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ തന്നെ പോയി വാങ്ങി കഴുകി ഉണക്കി അത്രയും അതിന്റെ പ്യൂരിറ്റി നോക്കിയിട്ടാണ് ഓരോന്നും ചെയ്യുന്നത് അല്ലേ? ഇക്ക തന്നെയാണോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്? ഞാൻ തന്നെയാണ് വാങ്ങുന്നത്. ഓരോന്നും അങ്ങനെ ഓരോന്ന് വാങ്ങിയിട്ട് അത് അതിന്റെ ക്വാളിറ്റി ഒക്കെ ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം മാത്രമേ വാങ്ങാറുള്ളൂ. അതെ. ഈ പാക്കിംഗ് വരെ മെഷീൻ തന്നെ ചെയ്യുമ്പോഴും ഓരോ സമയത്ത് നമ്മുടെ കണ്ണുണ്ട് അതില്. തീർച്ചയായിട്ടും. അപ്പൊ കേവലം ഒരു കർക്കിടക മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ പോഷകങ്ങളും ലഭിക്കും. എല്ലാ പോഷകവും കിട്ടും. പുതിയ തലമുറക്ക് ഏറ്റവും നല്ലതാണ്. അവർ ഇഷ്ടപ്പെടും. ചോദിച്ചു വാങ്ങി തിന്നോളൂ. ഇത് അതിന്റെ ½ kg. അതിന്റെ അര കിലോ വരുന്നത് അല്ലേ? കർക്കിടക ലേഹ്യം
അശ്വമന്ത്ര. അശ്വമന്ത്ര. നല്ല പേരാണല്ലോ. ഇതെങ്ങനെയാ ഇങ്ങനെ ഒരു ബ്രാൻഡ് നെയിം കിട്ടിയത്? അശ്വഗന്ധാണ് ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയൻസ്. ആഹാ. അപ്പം അതിന്റെ ചേർന്നൊരു പേരെന്ന നിലയിൽ അശ്വമന്ത്ര കിട്ടി. അതെ, അതെ. അപ്പോ ഇങ്ങനെ ഒരു സംരംഭകരായി മാറുമ്പോ ഇങ്ങനൊരു സാധനം തന്നെ ചെയ്യാമെന്നൊക്കെ തോന്നാൻ ഒരു കാരണം ഉണ്ടാവില്ലേ? അതെങ്ങനെയായിരിക്കും? അതായത് വീട്ടിൽ മുമ്പേ ചെയ്ത് കണ്ട് അങ്ങനെയാണോ? അത് ഉണ്ടാക്കാൻ പഠിച്ചത് വീട്ടിലെ എല്ലാവരും പൊതുവെ അടുക്കളയിലൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഉം. അങ്ങനെ ഞാൻ പഠിച്ചതാണ്. ആ. പിന്നെ സംരംഭത്തിൽ എത്തിയതെന്ന് പറഞ്ഞാൽ കോവിഡിന്റെ സമയത്തുള്ള ആ ഒരു പ്രത്യേക സാഹചര്യമാണ് ഒരു അതെ. സംരംഭകനായ വേണ്ടി എനിക്ക് എത്താൻ ആഹാഹാ. പറ്റുന്നത്. എനിക്ക് ഏതായാലും കുറച്ച് രുചി നോക്കാൻ തന്നിട്ടുണ്ട്. പക്ഷെ ഇനി കാണുമ്പോ തന്നെ എനിക്ക് കൊതി വരുന്നുണ്ട്. നോക്കട്ടെ, ഞാൻ രുചിച്ചതിന് ശേഷം വീണ്ടും പറയാം. ഇത് ഡ്രൈ ഫ്രൂട്ടൊക്കെ ഇട്ടതാ അല്ലേ? ക്യാപ്ഷൻ കറക്റ്റ് ആണ്. കട്ട് നിന്ന് പോവും. നമ്മളിതിന് പൈസ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാലും ഷെൽഫിൽ വെച്ചതിരിക്കൂല. കട്ട് നിന്ന് ഇല്ല, തീർക്കും. ഇത് പലരും വാങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കുട്ടികൾ തീർത്തു പോയി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി പറഞ്ഞ് ഞാൻ ടൂർ പോയിട്ട് വരുമ്പോ കാലിയാക്കിയിരിക്കുന്നു. മക്കള് തീർത്തു എന്നല്ലേ? സത്യം കേട്ടോ. ഞാൻ വെറുതെ ഒരു പരസ്യത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഇരിക്കാനൊന്ന് സന്തോഷിപ്പിക്കാന്ന് വെച്ച് പറയുന്നതല്ല. അത്രയും സ്വാദുണ്ട്. ഇതില് നെയ്യും ചേർക്കും, നെയ്യുണ്ട്, പശു തേങ്ങാപ്പാൽ ചേർക്കും അല്ലേ? തേങ്ങാപ്പാലും. ആഹാ, തേങ്ങാപ്പാലാണ് ഇത് വേവേണ്ടത്. അതെ അതെ. അതാണ് ഇതിന്റെ ഒരു രുചിയും ഒക്കെ. അശ്വമന്ത്രിയുടെ തന്നെ 2 പ്രൊഡക്റ്റുകളാണ്. ഇതിൽ ഒന്ന് ഞാൻ നേരത്തെ കഴിച്ചു നോക്കിയത് ഇതാ. ഡ്രൈ ഫ്രൂട്ട്സ്. അത് കഴിക്കുമ്പോൾ അതിനിടയിലിടയിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കടിക്കാൻ കിട്ടുമ്പോൾ അത് നല്ല രസമുണ്ട്. പ്രത്യേക ഒരു സ്വാദുണ്ട്. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട് ഉള്ളത് നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടില്ലല്ലോ. സാധാരണ വേവുമരുന്ന് കഴിക്കുമ്പോൾ അതിന് മറ്റൊരു രുചിയും മറ്റൊരു മധുരവും ഒക്കെയാണ്. ഇത് ആ വേവുമരുന്നാണ്. സാധാരണ നമ്മൾ ഇത്രയും ട്രഡീഷണൽ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇത് ഡ്രൈ ഫ്രൂട്ട് ഇട്ടതാണ്. അതിനിടയിലിടയിൽ അത് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ പുതിയ പിള്ളേർക്കൊക്കെ ഇഷ്ടാവുന്നത് ചിലപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതായിരിക്കും. ഇതുപോലെയാണ് അശ്വമന്ത്രയുടെ 1/2 kgയുടെ ഒരു ബോട്ടിൽ വരുന്നത്. ഇത് രണ്ടും ഓരോ കിലോ വരുന്നതാണ്. അങ്ങനെ 500 ആയിട്ടും 1 കിലോ ആയിട്ടും നമുക്ക് അശ്വമന്ത്ര വാങ്ങിക്കാൻ പറ്റും. കേരളത്തിൽ എല്ലായിടത്തേക്കും അശ്വമന്ത്ര പോകുന്നുണ്ട്. അതെ. അപ്പൊ ഇത് മലയാളികളുടെ എല്ലാ സ്ഥലത്തേക്കും ഇത് പോകുന്നുണ്ട്. മലയാളികളുള്ള എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല. അപ്പൊ പുറത്തുനിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഓർഡർ ചെയ്യാൻ എങ്ങനെയാ പറ്റുക? എൻ്റെ നമ്പറിൽ 2 നമ്പർ തരുന്നുണ്ട്. ആ 2 നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ സൗജന്യമായിട്ട് തന്നെ കൊറിയർ ചാർജൊക്കെ ഫ്രീ ആണ്. ആഹാ. പോസ്റ്റിലായിട്ടേക്കും ചിലപ്പോൾ അയക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. അതെ. കൊറിയർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും ഇല്ല ഇല്ല ഈടാക്കുന്നില്ല. ഇല്ല ഇല്ല. ഇതിന്റെ പൈസ മാത്രമേ വാങ്ങുള്ളൂ. അത്രേ വാങ്ങുന്നുള്ളൂ. ആഹാഹാ. അപ്പൊ എത്ര ദൂരം വരെയൊക്കെ ഇതുവരെ അയച്ചിട്ടുണ്ട്? ഓൾ ഇന്ത്യ ലെവലിൽ ബോംബെയിലൊക്കെ കുറേ പോയിട്ടുണ്ട്. ആഹാ. മലയാളികളുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അതെ. ആ. ആ. പോസ്റ്റിലാണെങ്കിൽ ഒരേ ചാർജാണ്. ഓൾ ഇന്ത്യ ലെവലിൽ ഒറ്റ ചാർജാണ് പോസ്റ്റിൽ. അതുകൊണ്ട് പോസ്റ്റിലായിട്ട് ഒരേ ചാർജിലായതുകൊണ്ട് എനിക്ക് അയക്കാൻ പറ്റുന്നുണ്ട്. ഒരു തവണ വാങ്ങിയവർ വീണ്ടും അടുത്ത വർഷം ഓർമ്മിച്ച് വാങ്ങിക്കുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. കഴിഞ്ഞ വർഷം വാങ്ങിയവർ തന്നെ ഒരുപാട് പേര് വാങ്ങി. ആഹാ. ഇത്തവണ നേരത്തെ അവർ ഓർഡർ ചെയ്ത് ആക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇങ്ങോട്ടേക്ക് എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു ദിവസം മറന്നാലും അവർ വിളിച്ച് ഓർമ്മിപ്പിക്കും. ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു വാഗ്ദാനം കൂടി ഒക്കെ തരുന്നുണ്ട്. ഇത് വാങ്ങി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ പറഞ്ഞത് ഞാൻ ക്യാഷ് തിരിച്ചയക്കും. ആഹാഹാ, നിങ്ങൾ വിചാരിച്ച പോലെ ഗുണം കിട്ടിയിട്ടില്ലെങ്കിൽ, സ്വാദ് കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചയച്ചോ, അതിനുള്ള പൈസ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്ന പറയുന്നത്. ഇത്രയും ആരും ഇങ്ങനെ ധൈര്യത്തിൽ പറയുന്നത് കേട്ടിട്ടില്ല. ആരും എന്നോട് ഇതുവരെ ചോദിച്ചിട്ടുമില്ല. ആഹാ. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ ഇതിൽ തന്നെയാണ്. ആ. ഇഷ്ടമായിട്ടില്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് നിങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം പേയ്മെന്റ് മതി എന്നുള്ള. പക്ഷെ അത് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓ. സംരംഭകരായ കുറെ ഗുരുക്കന്മാരുണ്ട്. ഉഹും. അവർ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. ആ. അതുകൊണ്ട് അനുസരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഉപയോഗിച്ചതിന് ശേഷം പേയ്മെന്റ് മതി എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതെ, അതെ. അപ്പൊ ജനങ്ങൾക്ക് ഇങ്ങനൊരു വാഗ്ദാനം നൽകാൻ കഴിയുന്നതും അത് ഇത്രയും വർഷമായിട്ട് പാലിക്കാൻ കഴിയുന്നതും തന്നെയാണ് മറ്റ് സംരംഭകരിൽ നിന്ന് ഇങ്ങനെ വേർതിരിച്ചു നിർത്തുന്നത്. ഇനിയും അങ്ങോട്ടേക്ക് എല്ലാ സഹായവുമായിട്ട് നിത്യമുണ്ട്. ഇനിയും അങ്ങോട്ട് മുന്നോട്ട് ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റട്ടെ. കാണാൻ പറ്റിയതിലും ഈ ഒരു ഇതിന് പിന്നിലുള്ള കഥ അറിയാൻ പറ്റിയതിലും ഒക്കെ വലിയ സന്തോഷം. നന്ദി.